നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ് ചലച്ചിത്ര ലോകത്തെ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് നയിച്ച ഇതിഹാസ സംവിധായകൻ പി ഭാരതി രാജ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ചെന്നൈയിലെ വസതിയിൽ വെച്ചാണ് അന്തരിച്ചത്. 85 വയസ്സായിരുന്നു. സിനിമയെ സ്റ്റുഡിയോ സെറ്റുകളിൽ നിന്നും ഗ്രാമീണതയുടെ യഥാർത്ഥ ഭംഗിയിലേക്കും പച്ചയായ മനുഷ്യരിലേക്കും കൂട്ടിക്കൊണ്ടുപോയ ദീർഘദർശിയായ കലാകാരനായിരുന്നു അദ്ദേഹം. 6 തവണ ദേശീയ പുരസ്കാരവും 2004 രാജ്യത്തിന്റെ പത്മശ്രീ ബഹുമതിയും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. സംവിധായകൻ എന്നതിനു പുറമെ മികച്ച തിരക്കഥാകൃത്തായും നിർമ്മാതാവായും നടനായും അദ്ദേഹം സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടി. തമിഴ് സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് തന്നെ നികത്താനാകാത്ത വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാട്. ഓടിക്കൊണ്ടിരുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് ഓട്ടോറിക്ഷ തകർന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോർക്കുളം പഞ്ചായത്തിലെ പൊന്നം കള്ളുഷാപ്പിന് സമീപം ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. പൊന്നം സെന്ററിൽ കട നടത്തുന്ന ഉപ്പുങ്ങൽ ഗണേശൻ പച്ചക്കറി എടുക്കുന്നതിനായി കുന്നംകുളത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പതിച്ചത്. ഓട്ടോറിക്ഷയ്ക്ക് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ഡ്രൈവർ ഗണേശൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ സിന്ധു ബാലൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകട ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകുമെന്ന് വാർഡ് മെമ്പർ സിന്ധു ബാലൻ പറഞ്ഞു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദനം 2026 സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നിയോജക മണ്ഡലം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ PI റസിയ ബലപ്രഖ്യാപന അവലോകനം നടത്തി. തൃശൂർ ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ 100% വിജയത്തിലക്കം നേടിയവരെയും ദേശീയതല കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കായിക പ്രതിഭകളെയും ആദരിച്ചു. പ്രധാനാധ്യാപിക PT ലില്ലിയെ സ്കൂൾ OSAയ്ക്ക് വേണ്ടി MLA AC മൊയ്തീൻ ഉപഹാരം നൽകി ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൻസി, T സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, ആർഷ ജിജു, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക PT ലില്ലി, VHSC പ്രിൻസിപ്പാൾ A വിജയലക്ഷ്മി, SMC ചെയർമാൻ റെന്നി C വർഗീസ്, OSA സെക്രട്ടറി KA സോമൻ, PTA പ്രസിഡന്റ് P വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ H അക്ബർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ വിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ P ദിലീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ ഫൈസൽ PV, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ P യതീന്ദ്രനാഥ്, ലിഷ മത്രംകോട്, KH സലാം, സുബൂര, രഞ്ജിത് കുമാർ, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് PP റിഷ്മ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് പോലീസ്, കോസ്റ്റൽ പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, സ്കൂൾ അധ്യാപകർ, ICDS സൂപ്പർവൈസർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നഗരസഭയെ ലഹരിമുക്തമാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. മഴക്കാല രോഗങ്ങൾക്കെതിരെ മുൻകരുതൽ എടുക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ എലിപ്പനി പ്രതിരോധ ബോധവൽക്കരണവും മാർഗനിർദ്ദേശ പരിപാടിയും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ H അക്ബർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KH സലാം അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാറിന്റെ നേതൃത്വത്തിൽ എലിപ്പനി പ്രതിരോധത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും തുടർ നടപടികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P യതീന്ദ്രദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രംകോട്ട്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൂറ, വിദ്യാഭ്യാസ കലാകായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP രഞ്ജിത് കുമാർ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ B ദിലീപ് എന്നിവർ സംസാരിച്ചു. നഗരസഭയിലെ വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികൾ, നഗരസഭാ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ, തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും എലിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.